തെരച്ചിൽ കർണാടക താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാകുന്നതുവരെ തിരച്ചിൽ നിർത്തിവെക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കർണാടക എത്തിയിട്ടുള്ളത്. തിരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് കേരളം സമ്മർദ്ദം ശക്തമാക്കും. 13 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിൽ ഒന്നും കണ്ടെത്താനായില്ല. സന്തോഷുണ്ട് ഷിരൂരിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സന്തോഷ്, കാലാവസ്ഥ വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ അത് തെരച്ചിൽ നിർത്തിവെക്കാൻ മതിയാകുന്ന ഒരു കാരണമല്ല. പ്രത്യേകിച്ച് 13 ദിവസം തിരഞ്ഞിട്ടും ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നത് ആ കുടുംബത്തെയും അങ്ങേയറ്റം ആശങ്കയാക്കുന്നുണ്ട്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിനൊരു ഉത്തരം ആ കുടുംബത്തിന് വേണം. അർജുനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണം. തീർച്ചയായും കേരളത്തിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ശക്തമാക്കുമെന്നത് മന്ത്രിമാർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുടുംബവും സാധ്യമായ എല്ലാ നിലയ്ക്കും മുന്നോട്ട് പോകും എന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കർണാടക ഈ തിരച്ചിൽ നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല അല്ലേ? കാവ്യ, കർണാടക ഇപ്പോൾ ഈ ഒരു തിരച്ചിൽ പാതി വഴിയിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഇന്നലെയാണ് 3 മണിയോടുകൂടി ഈ തിരച്ചിൽ അവസാനിപ്പിക്കുകയും താൽക്കാലികമായി ഇത് നിർത്തിവെക്കുകയാണ് എന്നുള്ള അറിയിപ്പ് കർണാടക നൽകുകയും ചെയ്തത്. അതിന് കാരണമായി പറയുന്നത് ഇതുവരെയുള്ള ശ്രമങ്ങൾ, ഈ പറയുന്ന പുഴയിലെ അടിയൊഴുക്കും മഴയും കാരണം ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ എത്തുകയും അതോടൊപ്പം തന്നെ കാലാവസ്ഥ അനുകൂലമാവുകയും ചെയ്താൽ മാത്രമേ ഈ തിരച്ചിൽ തുടരാൻ കഴിയുകയുള്ളൂ എന്നാണ് കർണാടക ഇന്നലെ വ്യക്തമാക്കിയത്. അതിനായി ഈ ആധുനിക ഒരു യന്ത്ര സംവിധാനം വരേണ്ടത് തൃശ്ശൂരിൽ നിന്നുള്ള കേരള കാർഷിക മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള ഒരു ഡ്രഡ്ജിംഗ് യന്ത്രമാണ് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തുന്നത്. ആ ഡ്രഡ്ജിംഗ് യന്ത്രം ഈ പുഴയിൽ പൊങ്ങി നിന്നുകൊണ്ട്, ഉപരിതലത്തിൽ നിന്നുകൊണ്ട് മണ്ണ് മാന്താൻ ശേഷിയുള്ള ഡ്രഡ്ജിംഗ് യന്ത്രമാണ്. അത് എത്തിച്ചാൽ അത് പുനരാരംഭിക്കാം എന്നുള്ള രീതിയാണ് ഇന്നലെ ആ തീരുമാനമാണ് എത്തിയത്. ഉടൻ തന്നെ കേരളം ഊർജിതമായ ഇടപെടൽ നടത്തുകയും 24 മണിക്കൂറിനകം തന്നെ ആ ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ എത്തിക്കാൻ തയ്യാറാണ് എന്നുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് കർണാടക പറഞ്ഞത് ആദ്യം ഡ്രഡ്ജിംഗ് യന്ത്രത്തിന് ഇങ്ങോട്ടേക്കുള്ള അനുമതി ഇപ്പോൾ നൽകാൻ കഴിയില്ല, പകരം അതിൻ്റെ സാങ്കേതിക വിദഗ്ധർ, ടെക്നീഷ്യന്മാർ ഇവിടെ എത്തി ഈ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തി അതിൻ്റെ ഫീസിബിലിറ്റി പരിശോധിച്ചതിന് ശേഷം മാത്രമേ യന്ത്രം എത്തിക്കേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധർ തന്നെ ഇനി എത്തി ഇവിടെയുള്ള പരിശോധനകൾ നടത്തേണ്ടി വരും. അതിന് ശേഷം മാത്രമാണ് ഈ യന്ത്രം കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് കർണാടക അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഗംഗാവാലിയുടെ കുത്തൊഴുക്കിൽ ഇതിനെ എത്രത്തോളം പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ കേരളം സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ഈ തിരച്ചിൽ അവസാനിപ്പിക്കരുത്, പുനരാരംഭിക്കണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരളം ഉള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥ എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കരുത്, പ്രതികൂല കാലാവസ്ഥയിലും മറ്റ് മാർഗങ്ങൾ തേടിക്കൊണ്ട് ഈ തിരച്ചിൽ തുടരണം എന്നുള്ള നിലപാട് തന്നെയാണ് കേരളം ആവർത്തിക്കുന്നത്. അർജുൻ്റെ കുടുംബവും അതേ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. തിരച്ചിൽ അവസാനിപ്പിക്കുന്നതിനോട് കുടുംബത്തിനും യോജിപ്പില്ല. ഏറ്റവും പ്രധാനമായി കേരളം ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നേരത്തെ എത്തിക്കാമെന്ന് പറഞ്ഞ പല സംവിധാനങ്ങളും ഇതുവരെ ഷിരൂരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ടഗ് ബോട്ട് ആയാലും ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ആയാലും അതോടൊപ്പം തന്നെ ഡ്രഡ്ജിംഗ് ഉപകരണങ്ങളായാലും ഒന്നും തന്നെ എത്തിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇത് പാതി വഴിയിൽ നിർത്തിവെക്കുന്നത് പിന്നീട് പുനരാരംഭിക്കില്ലേ എന്നുള്ള ആശങ്ക സ്വാഭാവികമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കേരള മുഖ്യമന്ത്രി ഇവർ നിർത്തിവെക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്ക് കത്തയക്കുകയും അടിയന്തരമായി ഈ ഒരു കാരണവശാലും ഈ ദൗത്യം നിർത്തിവെക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ MLA-മാരും ഇന്നലെ ഉന്നതതല യോഗത്തിൽ, കേരളത്തിൽ നിന്നുള്ള MLA-മാർ M. വിജിനും M. രാജഗോപാലും ഈ ഉന്നതതല യോഗത്തിലും ശക്തമായിട്ടുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. തിരച്ചിൽ നിർത്തരുത് എന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത്. പക്ഷേ കർണാടക ഇപ്പോൾ അത് താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇനി 21 ദിവസത്തേക്ക് ഇവിടെ കാലാവസ്ഥ പ്രതികൂലമാണ് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട്. ഈ ഗംഗാവാലിയിലെ ഒഴുക്ക് കുറയുകയും പുഴ തെളിയുകയും ചെയ്താൽ മാത്രമേ ഇതിൽ പുരോഗതി കൈവരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് കർണാടക വ്യക്തമാക്കുന്നത്. പക്ഷേ കേരളം അതിൻ്റെ സമ്മർദ്ദം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, തിരച്ചിലുമായി ബന്ധപ്പെട്ട് നാളിതുവരെ പ്രവർത്തിച്ചിരുന്നവർ, അങ്ങനെ ആരെങ്കിലും ഷിരൂരിൽ തുടരുന്നുണ്ടോ സന്തോഷ്?
ഇവർ ഇന്നലെ പറഞ്ഞത് ഈ ദൗത്യ സംഘം ഇവിടെ തന്നെ തുടരും എന്നുള്ളതാണ്. അതായാലും ഈ ദൗത്യ മേഖലയിലേക്ക് ഇതുവരെ അവർ എത്തിച്ചേർന്നിട്ടില്ല. സാധാരണ എത്തുന്ന സമയവും ഇപ്പോഴാണ് ഒരു 7:30 തന്നെയൊക്കെയാണ് ഈ സംഘം എത്താറുള്ളത്. മുങ്ങിത്തപ്പിയുള്ള പരിശോധന പൂർണ്ണമായും തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. കരയിൽ ഈ സംഘം തുടരും എന്നാണ് കർണാടക കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞത്. എങ്കിലും അവരുടെ എണ്ണമെല്ലാം പരിമിതപ്പെടുത്തി. അദ്ദേഹം പറയുന്നത് ആവശ്യമുള്ളപ്പോൾ തുടരുന്ന സമയത്ത് മുഴുവൻ സംവിധാനവും വീണ്ടും തിരിച്ചെത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് അല്പസമയം കൂടി കാത്തിരുന്നാൽ ഈ സംഘാംഗങ്ങൾ മുഴുവൻ ഇവിടെ തുടരുന്നുണ്ടോ എന്നുള്ളത് വ്യക്തമാകും. എന്തായാലും അതിനുള്ള സാധ്യതയില്ല. കാരണം ഒരു പുരോഗതിയും ഇല്ലാതെ, ഒരു തിരച്ചിലും ഒരു പ്രവൃത്തിയും ഇല്ലാതെ ഇത്രയും അധികം ആളുകൾ അവിടെ തുടരുക എന്നുള്ളത് അസാധ്യം തന്നെയാണ്. സ്വാഭാവികമായും ഒരു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചില സേനാംഗങ്ങളെ അവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പിൻവലിക്കാൻ തന്നെയായിരിക്കും കർണാടക തീരുമാനിച്ചിട്ടുണ്ടാവുക. പിന്നീട് ഇത് തുടരുന്ന സമയത്ത് തിരിച്ചു വിളിക്കാനാണ് ആലോചിച്ചിട്ടുണ്ടാവുക. ഏതായാലും അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് തന്നെയാണ് അനൗദ്യോഗികമായി ലഭിച്ച വിവരങ്ങളും. കാവ്യ. ശരി സന്തോഷ്, കാത്തിരിക്കാൻ നമുക്ക്. ഇന്ന് എന്താണ്, തെരച്ചിൽ അവസാനിപ്പിച്ചു, പക്ഷേ കരയിൽ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാവരും തുടരും എന്ന ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമാകുന്ന ഓരോ സെക്കൻഡിലും അതിനനുസരിച്ച് ദൗത്യം പുനരാരംഭിക്കാനുള്ള സാധ്യതകൾ തേടുമെന്ന്. പക്ഷെ അത് മതിയാകില്ല. പ്രത്യേകിച്ച് കേരളം സമ്മർദ്ദം ശക്തമാക്കിയപ്പോഴാണ് ഈ തെരച്ചിലിന് ഒരു ഊർജ്ജസ്വലത കൈവന്നത്. ആ കഥകളൊക്കെയും കഴിഞ്ഞ 2 ആഴ്ച എന്താണ് നടന്നത് എന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല, ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല. എത്ര പ്രതികൂല കാലാവസ്ഥയിലും ഈ തെരച്ചിൽ തുടരണം. അത് നമ്മുടെ അർജുനായി മാത്രമല്ല, പിന്നെയും 2 പേർ കാണാതായിട്ടുള്ളവരെ തിരികെ കിട്ടാനുണ്ട്. അവരെയൊക്കെയും അവരുടെ കുടുംബങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് ഞങ്ങൾ തിരച്ചിൽ നടത്താം എന്ന ഉത്തരം പോരാ. ആ കുടുംബത്തിനും ഈ സംസ്ഥാന സർക്കാരിനും വലിയൊരു ജനസമൂഹത്തിനും വലിയ എതിർപ്പ് കർണാടകയുടെ ഈ തീരുമാനത്തിലുണ്ട്. നോക്കാം എന്താണ് കേരളത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഇനി ഉണ്ടാകാൻ പോകുന്നതെന്ന്.